ഇത്തവണ നാം ഒരു വലിയ ദുരന്തം നേരിടേണ്ടി വന്ന സാഹചര്യമാണ്. വയനാടിൻ്റെ വേദനിക്കുന്ന ഓർമ്മയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. വയനാടിൻ്റെ ആ പ്രശ്നം മുൻനിർത്തി തന്നെ തിരുവനന്തപുരത്ത് എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിലുള്ള നാം സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി ഒരാഘോഷത്തിൻ്റെതായ മനസ്സല്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. എല്ലാവരും അനുകൂലിച്ച ഒരു നിലപാടാണത്. എന്നാൽ ഓണം നമുക്കാർക്കും വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന ഒന്നല്ല. നാടിൻ്റെ പൊതുവായ ഒരു ആഘോഷമാണ്. അതിൻ്റെ ഭാഗമായി കുടുംബങ്ങളിലും വീടുകളിലും വിവിധ കൂട്ടായ്മകളുടെയും ഒക്കെ ഭാഗമായി ഓണത്തിൻ്റെ പരിപാടികൾ നടക്കാറുണ്ട്. ഒരു പ്രചരണം ആ ഘട്ടത്തിൽ വന്നത് ഓണാഘോഷം സർക്കാർ വേണ്ടെന്ന് വെച്ചപ്പോൾ എല്ലാ ആഘോഷ പരിപാടികളും വേണ്ടെന്ന് വെക്കുകയാണ്, ഓണവുമായി ബന്ധപ്പെട്ട എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണോ, അങ്ങനെ ചില ആശങ്കകൾ ചിലർ പ്രകടിപ്പിക്കുകയുണ്ട്. ആശങ്ക ഉയർന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കി, സർക്കാർ ഇവിടെ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി മാത്രമാണ് ഒഴിവാക്കിയത്. മറ്റു പരിപാടികൾക്കൊന്നും സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. സാധാരണ ഓണം അതിൻ്റെ ഭാഗമായി വീടുകളിലും കുടുംബങ്ങളിലുമൊക്കെ അതിൻ്റേതായ ആഘോഷം സംഘടിപ്പിക്കുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. മാത്രമല്ല അത് നല്ല രീതിയിൽ നടക്കുന്ന കാര്യമാണ്. എല്ലാ വർഷവും ഓണത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ഇടപെടൽ മാർക്കറ്റിൽ സർക്കാർ നടത്താറുണ്ട്. അത് ഇതുപോലൊരു ഘട്ടത്തിൽ വില കയറാതിരിക്കാനാണ്. പൊതുമാർക്കറ്റിലുള്ള നമ്മുടെ ഇടപെടലിൻ്റെ ഫലമായി ഇന്ത്യയിൽ തന്നെ വിലവർദ്ധനവ് ഏറ്റവും കുറഞ്ഞ തോതിൽ അനുഭവപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണത്. അത് പൊതുവെ സ്വീകരിക്കുന്ന നിലപാടാണ്. ഓണം പോലുള്ള വിശേഷ അവസരങ്ങൾ വരുമ്പോൾ പ്രത്യേക നിലപാടുകൾ നാം സ്വീകരിക്കാറുണ്ട്. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. വലിയ വിലക്കുറവ് ഇവിടെ ഓരോ കാര്യത്തിനും ഉണ്ടാവുകയാണ്. നമ്മുടെ നാട്ടുകാർ ആശ്രയിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻപിച്ച വിലക്കുറവ് അനുഭവപ്പെടുകയാണ്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തവണത്തെ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന PK നായനാരുടെ പേരിലുള്ള പാർക്കിലാണ് നടക്കുന്നത്. പൊതുവിപണിയിലെ സർക്കാർ ഇടപെടലുകൾക്കൊപ്പം സർക്കാർ തന്നെ വിപണിയുടെ ഭാഗമാകുന്ന മാതൃക നായനാരുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിൻ്റെ കാലത്താണ് മാവേലി സ്റ്റോറുകളിലൂടെ തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾക്ക് വിപണി വിലയെ അപേക്ഷിച്ച് സാരമായ വിലക്കുറവ്, കുറഞ്ഞ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക, ഇതായിരുന്നു മാവേലി സ്റ്റോറിലൂടെ ഉദ്ദേശിച്ചത്. പിന്നീട് വന്ന ജനകീയ സർക്കാരുകളെല്ലാം അതിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു വന്നത്. അതുകൊണ്ട് മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി സപ്ലൈകോയും അതിൻ്റേതായ വിപണന സ്ഥാപനങ്ങളുമെല്ലാം മാറുന്ന നിലയും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇത്തരത്തിലുള്ള ഓണം ഫെയറുകൾ. സംസ്ഥാനതല ഫെയർ മാത്രമല്ല, ജില്ലാതല ഫെയറുകളും താലൂക്ക് തല, നിയോജകമണ്ഡലതല ഫെയറുകളുമെല്ലാം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 13 ഇനം സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതേസമയം തന്നെ പഴം, പച്ചക്കറി ഇതെല്ലാം ഈ ഫെയറുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അത് കർഷകർക്ക് ആശ്വാസം നൽകും. അതോടൊപ്പം വാങ്ങുന്ന ഉപഭോക്താവിനും ഗുണമേന്മയുള്ള സാധനം മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന അവസ്ഥയും ഉണ്ടാകും. അത് അങ്ങനെ നോക്കിയാൽ പൊതുസമൂഹത്തിനാകെ ഉപകരിക്കുന്ന ഒന്നാണ് ഈ ഫെയർ. ഇതിന് ലഭിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ 13 ഇനം സാധനങ്ങൾ മാത്രമല്ല, പ്രമുഖ ബ്രാൻഡുകളുടെ നിത്യോപയോഗ സാധനങ്ങൾ ഈ ഫെയറിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഇവിടെ പറഞ്ഞു 45% വരെ വിലക്കുറവാണ് അനുഭവപ്പെടുക. ഏകദേശം പകുതിയോളം വില കുറഞ്ഞാണ് കിട്ടുക എന്നർത്ഥം. 100 രൂപയുടെ സാധാരണ വിലയാണെങ്കിൽ 100 രൂപയാണെങ്കിൽ ഇതിവിടെ സ്വാഭാവികമായും 45 രൂപ കുറച്ച് കിട്ടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകും. അങ്ങനെ നോക്കിയാൽ 255 രൂപയുടെ ശബരി ഉൽപ്പന്നങ്ങൾ 189 രൂപക്ക് ലഭ്യമാകുന്ന പാക്കേജിങ് ഇവിടെ കാണാം. ആ കവറിൽ തന്നെ അതിൻ്റെ ഒരു കിറ്റിന് ഒരു കവറുണ്ട്, അതിനകത്ത് തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണം സമൃദ്ധിയുടെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഉത്സവമാണ്. ഇത് ആ നിലയിൽ തന്നെ ആഘോഷിക്കുക, അതിന് കുടുംബങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാതിരിക്കുക. ഇതാണ് നാം ഈ ഓണം
കണ്ടുകൊണ്ടൊരുക്കിയിട്ടുള്ളത്. അതേസമയം വയനാട്ടിലുള്ള പ്രശ്നങ്ങൾ അവിടെ കൃത്യമായ പുനരധിവാസത്തിനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത്. ഇപ്പോ സ്കൂളുകൾ അവിടെ മുടങ്ങിപ്പോയിരുന്നു. 2-3 ദിവസം മുൻപാണ് അവിടുത്തെ പ്രവേശനോത്സവം നടന്നത്. വിവിധ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നവർക്കെല്ലാം താൽക്കാലികമായ താമസ സൗകര്യം എല്ലാവർക്കും ഇതിനകം തന്നെ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാം പുനർനിർമ്മാണത്തിലേക്കാണ് കടക്കുന്നത്. അതിന് നാടിന്റെ ആകെ പിന്തുണ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലായിടങ്ങളിലും സംഭാവനകൾ പ്രവഹിക്കുന്നത് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെ സപ്ലൈകോ മുഖേനയുള്ള ഇടപെടലും കാര്യക്ഷമമായി തന്നെ നടക്കുകയാണ്. വയനാട് ദുരന്ത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് 14 ഇനങ്ങൾ അതിനകത്തുണ്ട്. അത് സൗജന്യമായി ആ ദുരന്തബാധിത മേഖലയിലെ മുഴുവൻ പേർക്കും വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്ത് AY കാർഡ് ഉടമകൾ 6 ലക്ഷത്തോളം വരും. വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികളുണ്ട്. അതോടൊപ്പം NPI കാർഡ് ഉടമകളുണ്ട്. ഇവർക്കെല്ലാം സപ്ലൈകോ മുഖേന സൗജന്യ ഓണക്കിറ്റാണ് ലഭ്യമാക്കുന്നത്. കിറ്റിലെ ഉൽപ്പന്നങ്ങളെല്ലാം സംഭരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ്. അപ്പോൾ വിപണി ഇടപെടലുകൾ ഒരു ഭാഗത്ത് നാട്ടിലുള്ള എല്ലാവർക്കും, നാട്ടുകാർക്ക് ആകെ ആശ്വാസം നൽകുന്നു. അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ തോതിലുള്ള ഊർജവും പകരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് വിപണി ഇടപെടലുകൾ മാതൃകാപരമായി നടക്കുകയാണ്. എന്നാൽ ഇതാണ് എല്ലായിടവും എന്ന് നാം ധരിക്കരുത്. ഈ അടുത്ത് പുറത്തു വന്ന ചില കണക്കുകളുണ്ട്. സന്ദർഭവശാൽ അത്തരം കാര്യങ്ങളും പുറത്തു പോകുന്നത് നല്ലതാണെന്നുള്ളത് കൊണ്ട് അതെടുത്തു പറയുകയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ രാജ്യത്ത് പുറത്തു വന്ന കണക്ക് പ്രകാരം പണപ്പെരുപ്പം 5% വർദ്ധിച്ചു. അതിന്റെ അർത്ഥം വില കയറുന്നു എന്നാണ്. എത്രയാ വിലക്കയറ്റം? 9.4%. തുടർച്ചയായ 8ാം മാസവും ഭക്ഷ്യോൽപ്പന്ന രംഗത്തുള്ള വിലക്കയറ്റം 8% മുകളിലാണ്. പച്ചക്കറി വിലക്കയറ്റം അത് 30% അടുത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ രാജ്യത്ത് ഭക്ഷ്യവിലക്കയറ്റം അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്നു. അപ്പോൾ രാജ്യത്ത് ദേശീയ തലത്തിൽ ചെയ്യേണ്ടത് വിപണിയിൽ ഫലപ്രദമായ ഇടപെടലാണ്. എന്നാൽ അതാണ് സംഭവിക്കാത്തത്. വിലക്കയറ്റത്തെ ഗൗരവമായി കണ്ടുകൊണ്ടുള്ള ഒരു നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ല. വിലക്കയറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 10 വർഷം എടുത്താൽ 12 തവണയാണ് ഇന്ധന നികുതി വർദ്ധിപ്പിച്ചത്. പാചകവാതകത്തിന്റെ വില വർധനവ് വേറൊരു ഭാഗം. സബ്സിഡി പേരിന് മാത്രമാക്കി ചുരുക്കി. ഇപ്പോഴ് അത് നൽകുന്നേയില്ല എന്ന് പറയാം. ഇത്തവണത്തെ ബജറ്റില് പാചകവാതക സബ്സിഡി വലിയ തോതിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ നല്ല ഇടപെടൽ ഉണ്ടാവുക എന്നത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് പ്രധാനമായ കാര്യമാണ്. പക്ഷേ കാർഷിക മേഖലയിലെ സബ്സിഡികൾ വെട്ടിക്കുറക്കുന്നു. പൊതുവിതരണ സമ്പ്രദായത്തിനുള്ള അടങ്കലിൽ കുറവ് വരുത്തിയത് 9,000 കോടി രൂപയാണ്. പൊതുവിതരണ രംഗം വേണ്ടെന്ന് വെക്കുന്ന സമീപനമാണ്. അപ്പോ വിലക്കയറ്റം ഗൗരവമായി ദേശീയ തലത്തിൽ കാണുന്നില്ല. അങ്ങനെയൊരു ദേശീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനം ഒരു ബദൽ മാതൃക വളരെ ഫലപ്രദമായി മുന്നോട്ട് വെക്കുന്നതും അത് ജനങ്ങൾക്കാകെ ഗുണകരമാണ് എന്ന് തെളിയിച്ചിട്ടുള്ളത്. ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും, വിപണി ഇടപെടൽ ഫലപ്രദമായി നടത്തുന്ന സംസ്ഥാനം കേരളമാണ് എന്നത്. രാജ്യത്ത് വലിയ വിലക്കയറ്റം ഉള്ളപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 3 വർഷ കാലയളവ് എടുത്താൽ 99 സപ്ലൈകോ വിതരണശാലകൾ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉത്സവ സീസണിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളുണ്ട്. അരിവില വർധനവുണ്ടായ ഘട്ടത്തിൽ മലയോര തീരദേശ മേഖലക്ക് മുൻഗണന നൽകി സഞ്ചരിക്കുന്ന അരിവിൽപ്പനശാലകൾ സജ്ജീകരിക്കാൻ കഴിഞ്ഞു. 500 കേന്ദ്രങ്ങളിൽ ഇത് മുഖേന വിൽപ്പന നടത്താൻ നമുക്ക് കഴിഞ്ഞു. ഒരു കാർഡുടമക്ക് 10 കിലോ അരി വീതം ലഭ്യമാക്കി. ഇത്തരം ഇടപെടലുകളുടെ തുടർച്ചയായി വേണം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഓണം ഫെയറുകൾ കാണാൻ. നമ്മുടെ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി സപ്ലൈകോ മാറിയിരിക്കുന്നു. പൊതുജന ജീവിതവുമായി വലിയ തോതിൽ ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ് സപ്ലൈകോ. സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിലൂടെ സർക്കാരിന്റെ പ്രവർത്തനത്തെയും ജനങ്ങൾ
വിലയിരുത്തുന്ന സ്ഥിതി വരികയാണ്. അപ്പോ എല്ലാവരും ഈ ഒരു ബോധത്തോടെ മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.